അത് ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പോകും. കാർഡോടെ വെക്കുക, എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യാം. 10 റംസാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഔട്ട്. അപ്പം അവിടെ നിന്ന് ഇറങ്ങി വരുന്നോല് സെൻറ്ററിൽ കൂടി വരിക. നമ്മൾ കയറുന്നോല് എങ്ങനെയാണോ ചെക്ക് ഇൻ ചെയ്തത് അതേപോലെ കേട്ടോ. ഇവിടെ കണ്ടോ പെനാൽറ്റി 100 ദിർഹംസ് ആണ് ഫൈന്. ഫുഡ് കഴിക്കാനൊന്നും പറ്റൂല. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ട്രാമിൻ്റെ ആണ് കേട്ടോ. ദുബായ് ട്രാമിനെ പറ്റിയുള്ളതാണ്. ഞാനിപ്പം ദുബായ് മെട്രോൻ്റെ വീഡിയോ ചെയ്തു, അതുപോലെ ദുബായ് ബസ്സിൻ്റെ ചെയ്തു. അപ്പം അങ്ങനെ ദുബായിത്തെ വേറൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ട്രാം. അപ്പം ഇന്ന് അതിനെ പറ്റിയുള്ളൊരു ചെറിയ വീഡിയോ ഉണ്ടാവും. ഞാൻ പാം ജുമേറ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. എന്നിട്ട് ദുബായ് മറീന വരെ അല്ലേ ചെറിയൊരു വീഡിയോ. ഇതാണ് കേട്ടോ ട്രാമിൻ്റെ ട്രാക്ക്. ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ അതേപോലെ തന്നെയാണ് ട്രാമിൻ്റെ ട്രാക്ക്. അതായത് ട്രാം ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, അത് ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പോകും. ഇപ്പം നിങ്ങൾ ബെല്ലടിക്കുന്ന ഒരു സൗണ്ട് കേട്ടില്ലേ, അതെന്താ മനസ്സിലായോ? അത് സേഫ്റ്റിക്കാണ് കേട്ടോ. അത് ഈ ട്രാക്കുമ്പോൾ ഇപ്പോൾ ആളുകളോ അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ഓർമ്മപ്പെടുത്തലായിട്ടുള്ള ഒരു സൗണ്ടാണ് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേഷനിൽ എത്താൻ നേരത്ത് ഇങ്ങനെ എന്താ പറയുക, ബെല്ലിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കും. നല്ല രസമാണ്. അങ്ങനെ ഞാൻ സ്റ്റേഷനിലേക്ക് കയറാൻ പോട്ടോ. ഞാനിപ്പോൾ കയറുന്നത് പാം ജുമേറ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. ഇനി ഞാനേ കാർഡൊന്ന് റീചാർജ് ചെയ്തിട്ട് കേട്ടോ. എൻ്റെ കാർഡിൽ ബാലൻസ് കുറവാണ്. അപ്പം എങ്ങനെയാണ് ഈ മെഷീനിൽ റീചാർജ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. കാർഡോടെ വെക്കുക, എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യാം. 10 റംസാണ് കേട്ടോ. എൻ്റെ ഇവിടെ ക്യാഷ് ഇടുക. മെട്രോത്തെയൊക്കെ മെഷീന് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് പ്രോസസ്സിങ് ഒക്കെ ഉണ്ട് കേട്ടോ. മെട്രോ ഒന്നുകൂടി സ്പീഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ് അങ്ങനെ റീചാർജ് ആയിട്ടോ. ഇത്ര പണിയുള്ളൂ. ഇവിടുന്ന് പിന്നെ റീചാർജ് ചെയ്യണതല്ലാതെ നമുക്ക് പുതിയ കാർഡ് എടുക്കാൻ പറ്റും. അതുപോലെ 1 വേ ഒക്കെ ഉള്ള ടിക്കറ്റൊക്കെ കിട്ടും കേട്ടോ. അതായത് ഇപ്പം നമുക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് പോകേണ്ടത്. നമ്മളടുത്ത് ഞാൻ ഈ റീചാർജ് ചെയ്ത കാർഡില്ല എന്ന് കരുതിക്കോളി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് സെലക്ട് ചെയ്ത് കണ്ട് നമുക്ക് പേപ്പർ ടിക്കറ്റ് കിട്ടും കേട്ടോ. അങ്ങനെയുണ്ട്. ഇതാണ് സ്റ്റേഷൻ്റെ ഒരു ഉൾഭാഗം. ഞാനീ പോകുന്നത് ഉച്ചക്കായതുകൊണ്ടാണ് ആളില്ലാത്തത്. വൈകുന്നേരം അതുപോലെ രാവിലെയും കുറച്ചൊക്കെ ആളുണ്ടാവും കേട്ടോ. മെട്രോൻ്റെ അത്ര തിരക്കുണ്ടാവില്ല, കാരണം ഇത് എല്ലാ ഭാഗത്തൊന്നും ഇല്ല. അതായത് ഈ ട്രാം ഈ ദുബായ് മറീന സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ കാർഡ് യൂസ് ചെയ്യുന്നത് കാട്ടിത്തരാം. ഈ കാർഡ് ഈ മെഷീനില്ലേ, ഈ തമ്മിൽ എന്താ പറയുക, ടാപ്പ് ചെയ്യണം. കണ്ടോ, ചെക്ക് ഇൻ സക്സസ്ഫുൾ എന്ന് കാട്ടും. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ആയി. അപ്പോൾ ഇത് മറക്കരുത് കേട്ടോ. ഈ കാർഡ് ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ഫൈന് വരും. നമ്മുടെ മെട്രോൻ്റെയും ബസ്സിൻ്റെയൊക്കെ പോലെ തന്നെ നല്ല അടിപൊളി ഫൈന് വരും. 220 ദിർഹംസൊക്കെയാണ് ഫൈന്. അപ്പോൾ ആര് വരികയാണെങ്കിലും ഈ കാർഡ് ടാപ്പ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് കേട്ടോ ട്രാമിൻ്റെ ഒരു ആകെയുള്ളൊരു മാപ്പ്. ഞാൻ ഇതിൽ നിന്ന് കയറുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ കയറുന്നത്, ഈ പാം ജുമേറ സ്റ്റേഷനിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഇവിടെയാണ് ഇറങ്ങണത്, ദുബായ് മറീന. അപ്പം അതാണ് ഒരു ഓവറോൾ മാപ്പ് കേട്ടോ. ട്രാമിൽ കയറുമ്പോൾ സൈഡ് കൂടെ ആട്ടോ കയറേണ്ടത്. അതായത് ഒരു കൂട്ടിമുട്ട് ഒഴിവാകാനൊക്കെ. ഇവിടെ കണ്ടോ ഇന്ന്, അതുപോലെ ഇവിടെ ഔട്ട്. അപ്പം അവിടെ നിന്ന് ഇറങ്ങി വരുന്നോല് സെൻറ്ററിൽ കൂടി വരിക. നമ്മൾ കയറുന്നോല് 2 സൈഡ് കൂടി കയറുക. അപ്പം എന്താ വെച്ചാൽ ഈ തിരക്കി കയറുന്നതും ഇറങ്ങുന്നതൊക്കെ എന്താ പറയുക, കുറഞ്ഞിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ഡോറ് തുറക്കാൻ നിൽക്കുക കയറാം. ട്രാമിലായാലും അല്ലെങ്കിൽ ട്രാം നമ്മുടെ നാട്ടിലില്ല കേട്ടോ, സോറി, ട്രെയിനിലായാലും അതുപോലെ എന്താ പറയുക ബസ്സിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും ഫോളോ ചെയ്യലുണ്ടാവില്ല. നമ്മളൊരു ഡോറ് തുറന്നാൽ കയറാതിരിക്കല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ നല്ല കേട്ടോ.
ഇവിടെ എല്ലാവർക്കും നല്ല ക്ഷമയുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ക്യാബിന് ഗോൾഡ് ക്ലാസ് ഏക്കാരം കേട്ടോ. പിന്നെ ഫ്രണ്ടത്തത് ലേഡീസിൻ്റെ തേക്കാരം. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരു മുമ്പ് പേക്ക് പറഞ്ഞ അങ്ങനെയല്ലല്ലോ. ഈ ട്രാം തിരിക്കണില്ലല്ലോ. നമ്മളിപ്പം കാറും ബൈക്കൊക്കെ ആണെങ്കിൽ തിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനത്തെ ട്രെയിനുകളൊന്നും തിരിക്കില്ലല്ലോ. അപ്പം ഫ്രണ്ടിലും ബാക്കിലും ഡ്രൈവറേക്കാരം. അപ്പോൾ എവിടെയാണോ നിർത്തുന്നത് അവിടുന്ന് പിന്നെ വണ്ടി എടുക്കും. അങ്ങനെയാണ്. അല്ല തിരിക്കണ പരിപാടിയൊന്നും ഇല്ലാന്നേ. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഗോൾഡ് ക്ലാസ് ഫ്രണ്ട് ആണെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഗോൾഡ് ക്ലാസ് ക്യാബിന് ലാസ്റ്റ് ആവട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ കയറുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഫൈന് വരും. അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രാമ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കണ്ടോ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ പറയട്ടോ. അറബിയിലും അതുപോലെ ഇംഗ്ലീഷിലാണ്. ട്രാമിൽ പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫാമിലിക്കൊക്കെ എന്താ പറയുക പോകാൻ പറ്റിയൊരു ഇതാണ് ഈ ട്രാം. അതായത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ കാണാനുണ്ട്. നല്ല അടിപൊളി വ്യൂ ആകാരം. ഇപ്പോൾ ദുബായിക്കൊക്കെ വരുന്ന എന്തായാലും ട്രാം എന്താ എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഈ പോകുന്നത് ദുബായ് മീഡിയ സിറ്റി കേട്ടോ. വേറൊരു ട്രാമാണ് കേട്ടോ വരുന്നത്. ഈ ട്രാമിൻ്റെ സൈഡിൽ കൂടെ എല്ലാതൊക്കെ ആഡാണ് കേട്ടോ. സ്റ്റിക്കർ ചെയ്തുകൊണ്ട് ഓരോ കമ്പനീൻ്റെ ആഡ് കൊടുത്തതാണ് അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ. അങ്ങനെ ഇപ്പം ഞാൻ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്ക് ട്രാമിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. ആരുമില്ലല്ലോ. കാരണം ഇതൊരു 11 മണിക്കാണ് വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ ഈ ട്രാമിന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റൂല കേട്ടോ. ഇവിടെ കണ്ടോ പെനാൽറ്റി 100 ദിർഹംസ് ആണ് ഫൈന്. ഫുഡ് കഴിക്കാനൊന്നും പറ്റൂല. എനിക്കായിട്ട് ഉണ്ടാക്കിയ ട്രാമ് പോലെ അല്ലേ. ആരുമില്ല. ആകെ 4 ആൾക്കാരുണ്ട്. മുന്നിൽ 2 ആൾക്കാരും ഞാനും പിന്നെ ബാക്കിൽ 2 ആൾക്കാരും. അപ്പോൾ ഇതൊക്കെയാണ് ട്രാമിൻ്റെ വ്ളോഗ്. അങ്ങനെ ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങി. എങ്ങനെയാണോ ചെക്ക് ഇൻ ചെയ്തത് അതേപോലെ കേട്ടോ. കണ്ടോ ചെക്കൗട്ടായി. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാലേ ഈ ട്രാക്ക് ഉണ്ടല്ലോ അതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് നമ്മൾ ഈ ട്രാക്ക് ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകം നോക്കണം കേട്ടോ. കാരണം ഏത് സമയത്തും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടാവും. ഇതൊക്കെയാണ് കേട്ടോ ട്രാമിൻ്റെ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് രാത്രിയും പകലായിട്ട് വീഡിയോ എടുത്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ.
അത് സിമ്പിളൊരു കാര്യമാണ്. ആർക്കെങ്കിലും അറിയോ നോക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.